ചേച്ചിയുടെ കൊലപാതകികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മഹിയേട്ടൻ ആ കുറ്റത്തിന്റെ പേരില് ഇനി ആരുടെ മുന്നിലും തല കുനിക്കാൻ പാടില്ല. അതേ ആഗ്രഹം എനിക്കും ഉണ്ട്. പക്ഷേ അത് നിനക്ക് ആപത്തുണ്ടാക്കുമെന്നുള്ള പേടിയാ എനിക്കിപ്പോ. ആ ഫ്രീസറിൽ ഗംഗ കുടുങ്ങിയപ്പോ അവളങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പാതിരാത്രി ഈ കാട്ടിലൊക്കെ വന്നിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അവൾക്ക് അത്രയ്ക്ക് ആയുസുള്ളത് കൊണ്ട് മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടതാ. അല്ലായിരുന്നെങ്കിൽ ആ ഐസിന്റെ ഇടയിൽ കിടന്ന് ഒരു സിപ്പപ്പ് പോലെ ആയി പോയേനെ. ഭാഗ്യത്തിന് രാഹുൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. പോലീസുകാര് തലങ്ങും വിലങ്ങും അന്വേഷിച്ചാ അവിടെ എത്തിയത്. ഇതിന്റെ പിന്നില് രാഹുലാന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പൊ വധശ്രമത്തിനകത്തായേനെ. മഹേട്ടൻ രാഹുലിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നെ ആരും പിടിച്ചില്ലല്ലോ. അതിന്റെ കാരണം ശ്രേയ പറഞ്ഞതുപോലെ എന്റെ ഭാഗ്യമല്ല, അത് എന്റെ കഴിവാ. ഞാൻ ആസൂത്രണം ചെയ്ത രീതികൾ ശരിയായതുകൊണ്ടാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോലീസുകാർക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ ആസൂത്രണം ചെയ്തിട്ട് അവളെ തീർക്കാൻ രാഹുലിന് പറ്റിയില്ലല്ലോ. അതെ, അത് അവളുടെ ഭാഗ്യമാണ്. എങ്ങനെയോ വീണ് കിട്ടിയ വെറും ഭാഗ്യം. മതി മതി തള്ളി മറിച്ചത്. സമയം കളയാതെ ആ രഹസ്യാരെ വേഗം കണ്ടുപിടിക്ക്. ആ ഡയറി മൊബൈലും കിട്ടിയ ഗംഗയെ പിന്നെ സമയം നോക്കി കൈകാര്യം ചെയ്താ മതി. നമ്മൾ ഇതിങ്ങനെ വെറുതെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ആ മന്ത്രവാദിനി പറഞ്ഞില്ലേ, അതുപോലെ നോക്കണം. അവര് പറഞ്ഞത് സർപ്പക്കാവിലെ നാഗപ്രതിഷ്ഠയില്ലേ, ആ പ്രതിഷ്ഠ ഇരിക്കുന്ന ഭാഗമാണ് നാഗത്തറ. അതിന്റെ വടക്കു പടിഞ്ഞാറ് മൂലയോട് ചേർന്നാണ് രഹസ്യ അറ ഉള്ളത്. അവിടെ തിരഞ്ഞാൽ നിങ്ങൾക്ക് ഡയറിയും മൊബൈലും ലഭിക്കും. മഹിയേട്ടന്റെയും മാളുവിന്റെയും സന്തോഷം നീയാ. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം. ചേച്ചി എനിക്കൊപ്പം ഇല്ലേ, എനിക്കൊരു പേടിയുമില്ല. ഗംഗേ, നീ ആരോടാ സംസാരിച്ചത്? അത് ഞാൻ സംസാരിച്ചില്ലല്ലോ. മഹിയേട്ടന് തോന്നിയതാവും. നീ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അറിയില്ല മഹിയേട്ടാ, ഞാനൊന്ന് മയങ്ങി. ചിലപ്പോ ഉറക്കത്തിലാവും. ആ കോൾഡ് സ്റ്റോറേജ് റൂമിൽ ഒരുപാട് ഭയന്ന് കഴിഞ്ഞതല്ലേ, അതാ. നീ പേടിക്കണ്ട, പ്രാർത്ഥിച്ച് കിടന്നു. ഞാനിവിടെ തന്നെ ഉണ്ട്. ശരി.